വെൽക്കം ടു മൈ കോഴിപ്പോക്സ് ഡേ ഇൻ മൈ ലൈഫ്. കോഴിപ്പോക്സ് ഉദ്ദേശിച്ചപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? ചിക്കൻ ബോക്സ് ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഒന്നല്ല, ന്യൂണായി. ന്യൂൺ ഇൻ മൈ ലൈഫ്. സ്വാഗതം, സുസ്വാഗതം. ഇപ്പം എല്ലാവരും വിചാരിക്കും ഞാൻ എന്താ വല്ല പേസ്റ്റ് ഇട്ട് ഫേസ് വാഷ് ചെയ്താണോ എന്ന്. നോ, എനിക്ക് ചിക്കൻ ബോക്സ് ആണ്. ചിക്കൻ ബോക്സ് കണ്ടില്ലേ? യോഗ ഇല്ല അമ്മണിയെ എനിക്ക്. കണ്ടില്ലേ? ചിക്കൻ ബോക്സാണ്. ഇന്നലെ തൊട്ട് ചിക്കൻ ബോക്സ്. ഇന്നലെ തൊട്ട് ചിക്കൻ ബോക്സാണ്. ഞാൻ ഇന്നലെ ഡ്യൂട്ടിക്ക് കയറി തിരിച്ച് വന്ന് രാവിലെ തന്നെ തിരിച്ച് വന്ന് നോക്കുമ്പോൾ ഫുൾ ചിക്കൻ ബോക്സ്. ഏതൊക്കെ ചിക്കൻ ബോക്സ്, ഇവിടെയൊക്കെ ചിക്കൻ ബോക്സ്, ഇവിടെ എല്ലാം ചിക്കൻ ബോക്സ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ചിക്കൻ ബോക്സ് വരുന്നത്. അത് ചെവിൻ്റെ ഉള്ളിൽ ചിക്കൻ ബോക്സ്, കൺപുരികത്തിൽ ചിക്കൻ ബോക്സ്, ഇവിടെ ഒക്കെ എന്തായാലും കുറവുണ്ട്, അത്രയ്ക്ക് പറയാൻ മാത്രമില്ല. പിന്നെ നാക്കിലുണ്ട്, നാക്കിൻ്റെ താഴെയും ചിക്കൻ ബോക്സ്. പിന്നെ നമ്മുടെ മെയിൻ സാധനം ഈ സാധനമൊക്കെ വെച്ചത് എങ്ങനെ ആക്കും ഞാൻ. ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ചൊറിയൂ. പക്ഷെ സങ്കടം എന്താ അറിയോ? സങ്കടം വരില്ല. ഞാൻ 1.5 ആഴ്ച ലീവായിരുന്നു. ഞാൻ 1.5 ആഴ്ച ജോലിക്ക് പോയിട്ടില്ല. 1.5 ആഴ്ച എനിക്കൊരു വയറിനൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ, എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. മൊത്തം ഛർദിയും. 1.5 ആഴ്ച നേരെ കൂട്ടി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വാശിയൊക്കെ പേടിച്ചിട്ട് ഞാൻ ജോലിക്ക് സാറ്റർഡേ ജോയിൻ ചെയ്തതാണ്. പപ്പയും അമ്മയൊന്നും പോണ്ട പറഞ്ഞതാണ്. നിൻ്റെ വാശിക്ക് ഞാൻ പോയതും പിന്നെ ചിക്കൻ ബോക്സും പൊന്തിയല്ലോ. ആകെ ഒരു സാറ്റർഡേ സൺഡേ നിന്നു. ഇന്നലെ പോയി നിന്നു കുറച്ച് നേരം ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ചിക്കൻ ബോക്സാ തോന്നുന്നു, ഐ എം ഗോയിങ് ഹോം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വീടെത്തിയപ്പോൾ എന്തൊരു മഴയാണ് ഇവിടെയൊക്കെ, ഒടുക്കത്തെ മഴ. ചുരുക്കം പറഞ്ഞാൽ ഈ ചിക്കൻ ബോക്സ് എനിക്ക് ചൊറിയണമെന്നൊക്കെ ഉണ്ട്, ചൊറിയാൻ പേടിയാണ്. എന്താ പറയുക, എൻ്റെ യൂഷ്വലി മുഖത്ത് പാടൊന്നും വരാത്ത മുഖമാണ്. ഇനിയിപ്പോൾ പാടൊക്കെ വരും തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ഓരോ സാധനമുണ്ട്. ഇനി ഇവിടെ ആയിട്ട് 2 ഉണ്ട്. ചൊറിയണമെന്നൊക്കെ ഉണ്ട്, ചൊറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഇല വെച്ച് നമ്മളത് ഇങ്ങനെ ചൊറിയാൻ തോന്നിക്കാനായിട്ട് ഇങ്ങനെ ആക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇലയില്ലേ, നീവിൻ്റെ ഇല അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ അത് വെച്ച് കുളിച്ചു. ഇപ്പോൾ ഓയിൽമെൻറ്റ് തേച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ചിക്കൻ ബോക്സ് കഥ. എന്തല്ല എൻ്റെയൊക്കെ ഒരു കാര്യം, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. അത് നിർബന്ധമാണ് എനിക്കറിയില്ല. എല്ലാ വർഷവും ജൂൺ ജൂലൈ എല്ലാ വർഷവും ജൂൺ ജൂലൈയിൽ എന്തേലും ഇതുപോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഓഗസ്റ്റ് അല്ലേ, ഓഗസ്റ്റിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവലില്ല. അപ്പോൾ ഈ കോട്ട അങ്ങോട്ട് കഴിഞ്ഞു, ജൂൺ ജൂലൈ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇനി അടുത്ത ജൂൺ ജൂലൈക്ക് ഉണ്ടാവുള്ളൂ. അതങ്ങനെയാണ്. ഓഗസ്റ്റിൽ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ വിചാരിക്കണം. ഇൻഷാ അല്ലാഹ്. ഇപ്പം രാവിലെ തൊട്ട് അങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കൽ തന്നെ പണി, ഒരു പണിയില്ല. രാവിലെ ഇരുന്ന് മറ്റേ സിനിമയില്ല, ആ റിലീസ് ഇറങ്ങിയ സിനിമ ദേവദൂതൻ, അതിരുന്ന് കണ്ട്. എനിക്ക് യൂഷ്വലി പുരുകത്തിൽ കുരു വരാറുണ്ട്. ഞാൻ അതാണോന്ന് എനിക്കറിയില്ല, ചിക്കൻ ബോക്സ് ആണോന്നും എനിക്കറിയില്ല. എങ്ങനെ ചിക്കൻ ബോക്സ് ഒക്കെ തുടങ്ങി. പക്ഷെ ഞാൻ കേട്ടിരിക്കണം മഴക്കാലത്തൊന്നും ചിക്കൻ ബോക്സ് വരുമെന്ന് എനിക്ക് അറിയണ്ടായില്ല കേട്ടോ. പക്ഷെ ഞാൻ കേട്ടിരിക്കണ ചൂട് കാലത്ത് ചിക്കൻ ബോക്സ് വരാന്ന്. ബൈ ദ വേ, എനിക്ക് അങ്ങനെ ചിക്കൻ ബോക്സ് കിട്ടീനെ അറിയുമോ? എനിക്ക് കിട്ടിയത് എൻ്റെ ഹോസ്റ്റലിൽ ചിക്കൻ ബോക്സ് ഉണ്ടായിന്. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പിന്നെ പറയണ്ടല്ലോ, അങ്ങനെ അയലത്തിൽ കൂടെ പോയാൽ മതി, എനിക്കപ്പോൾ എല്ലാ സുഖം വരും. എനിക്ക് അങ്ങനെ കിട്ടിയതാണ് ഈ ചിക്കൻ ബോക്സ്. പാവ അമ്മ. ഞാനിപ്പോൾ ഈ കോവിഡ് വന്ന പോലെ നമ്മൾ റൂമിൻ്റെ അകത്ത് ഇട്ട് വെക്കൂലേ, അതേപോലെ ഇട്ട് വെക്കാം. ഒരു വീട്ടിൻ്റെ വേറെ ആയിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല. ഞാനും ഈ റൂമും ഈ ഒരു ഫോണും പിന്നെ കുറച്ച് ഓയിൽമെൻറ്റും കുറച്ച് ആര്യവേപ്പും, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം. ഞാനാണെങ്കിൽ അതിൽ ചൊറുക്കൊക്കെ വെച്ചല്ലോ എന്നൊക്കെ വിചാരിച്ചാണ്.
ഇന്നലെ ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഞാൻ ഇത്തിരി ചോർക്കൊക്കെ വെച്ചിരിക്കണേ, നല്ല ഭംഗിയൊക്കെ ഇത്തിരി ആയിക്കണേന്ന് വിചാരിച്ചോളൂ മനസ്സിൽ. അപ്പോഴേക്കും ഇതൊക്കെ വന്നില്ലേ. സ്വയം പോത്തല്ല, ഞാൻ ആ 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴേ ഇല്ലാണ്ടതിനാണ്. അതുകൊണ്ട് ഇത്തിരി ഒന്ന് ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ ഇത്തിരി ചൊറുക്ക് വന്നെന്നൊക്കെ വിചാരിച്ച് അവിടെ അടുത്ത ചൊറുക്ക് പോകാൻ വേണ്ടിയിട്ടപ്പം എല്ലാം ആയില്ലേ. അതാ നമ്മുടെ കഥ. എനിക്കിനി പാട് മാത്രം മോന്തൊക്കെ വരണ്ട, ആ മാത്രം ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പാടില്ലേ അതുണ്ട്. ഞാൻ ക്രീം ഇട്ടിട്ടാണെങ്കിൽ ഇത്തിരി ചൊറുക്കൊക്കെ ഉണ്ടല്ലേ, അവിടെ കുഴപ്പമില്ലല്ലേ ക്രീം ഇട്ടിട്ടാണെങ്കിലും. എന്താ ഫുഡ് കഴിക്കണം. ഞാൻ പറയാം, ഞാനുണ്ടല്ലോ എന്ത് വലുത് വന്നാലും ഞാൻ ചാടിത്തുള്ളി നടക്കും. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഈ 1.5 ആഴ്ച മുന്നേ എൻ്റെ അവസ്ഥ എൻ്റെ കൂടെ ഇരുന്ന ആൾക്കാർക്ക് അറിയാം എന്തായിരുന്നു അവസ്ഥ. വളരെ ചുരുക്കമുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ചാടിത്തുള്ളി നടക്കും. ഞങ്ങളുടെ ക്യാൻറ്റീനത്തെ റെനീസ്ക ഉണ്ട്. റെനീസ്ക പറയും ചാർദ്ര എല്ലാം ശരിയാവുമെന്ന്. റെനീസ്കൻ്റെ മോട്ടിവേഷൻ രാവിലെ കിട്ടും. അതാണ് ഇപ്പം എൻ്റെ ഒരു സമാധാനം കേട്ടോ. റെനീസ്ക എനിക്ക് എപ്പോഴും പറയും എല്ലാം ശരിയാവും ആർദ്രേന്ന് പറയും. ആടെ ശരിയാവുന്നു. പിന്നെ റെനീസ്ക ഒരു ആത്മവിശ്വാസം തരുന്നതാണ്. പിന്നെ അതുപോലെ എനിക്ക് പുതിയ 2 കൂട്ടുകാർ, എനിക്ക് അവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവരും എടുത്തും ചാടിത്തുള്ളി സംസാരിക്കുന്ന ടൈപ്പാണ്. പക്ഷെ എൻ്റെ കയ്യിൽ നന്നായി എൻ്റെ ഹോസ്റ്റലിൽ ഞാൻ നിൽക്കണവർ 2 പേര് നല്ല കെയർ ചെയ്യുന്നുണ്ട്. 2 ആൾക്കാരുണ്ട്. ഒന്ന് ഹണീമ, ഓളുണ്ടല്ലോ, ഓളെന്നെ നന്നായി. കാരണം ഞാൻ എത്ര ഡൗൺ ആയിട്ടു, കാരണം ഇപ്പോഴത്തെ ലൈഫിൽ കേട്ടോ, ഓളെത്ര ഡൗൺ ആയിട്ട് ഓളെന്നെ വിളിച്ചൊക്കെ വരുത്തുമ്പോഴെന്നെ മോട്ടറാക്കൂല. നീ അങ്ങനെയാണ്, അതൊന്നും നിനക്ക് ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ നീ സങ്കടപ്പെടേണ്ട. അതൊക്കെ ഇതിന് വലുതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. ഓളൊക്കെ എന്നെ നന്നായി സപ്പോർട്ടാക്കിക്കണ്. പിന്നെ ഷാദിയ, ഇവരൊക്കെ എൻ്റെ ഭയങ്കര മെൻ്റലി ആണെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ എൻ്റെ ഇപ്പോഴത്തെ പുതിയ ഫ്രണ്ട്സാണ്. ഷാദിയ, പിന്നെ ഇവള് എന്താണ് നമ്മുടെ ജാനു, എന്നെ ജാനു വിളിക്കണ ഒരുത്തിയുണ്ട്, റംസി, സൂര്യ, ഇവരൊക്കെ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ. ഈ ഹണിമ ഷാദിയൊക്കെ പറയൂ എപ്പോഴും നീയൊക്കെ എന്തൊരു സ്ട്രോങ് ഗേളാണെന്നൊക്കെ പറയുക. ഞാൻ 5-6 വട്ടം ഛർദ്ദിച്ചാലും ഞാൻ ഈ എനർജി തന്നെ എണീറ്റ് നടക്കും. സങ്കടമൊക്കെ ഉണ്ടാവും കേട്ടോ ഉള്ളിൽ, പക്ഷെ ഞാൻ അതൊന്നും കാണിക്കൂല, ഞാൻ എണീറ്റ് നടക്കും. അതുപോലെ ഷാദിയും ഇവരൊക്കെ എന്നെ, ഹണിമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും. അതാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആലോചിക്കും എന്തല്ല എനക്ക് മാത്രം ഇങ്ങനത്തെ അവസ്ഥ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. ഒന്ന് കഴിഞ്ഞ് ഒന്നിങ്ങനെ വരും. ഒന്ന് ഛർദി കഴിഞ്ഞ് ഛർദി ഒന്നും തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പിക്ക് വയറുവേദന വരും. വയറുവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പനി വീഴും. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എനിക്ക്, എന്താ അറിയില്ല. പക്ഷെ ഞാൻ എണീറ്റ് ചാടി നടക്കൂ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കഥ. നമുക്ക് പിന്നെ എല്ലാ കഷ്ടകാലം ഒരുമിച്ചേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ജൂൺ ജൂലൈ മാസം നമുക്ക് എല്ലാപ്പോഴും കഷ്ടകാലം എല്ലാം ഒരുമിച്ച്. ഓൾറെഡി ഞാനൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ കടന്നു പോവാണ്. അത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ. ആ സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ മറ്റേ ഛർദി വയറുവേദന മറ്റേ സംഭവം ഉണ്ടായത്. അതൊന്ന് എല്ലാം കൂടി ആയിട്ടാണ് അപ്പോഴേക്ക് ഇതും വന്നു. സൂപ്പറായി. പിന്നെ എൻ്റെ കാര്യം പറയണം, നമ്മളെ മെൻ്റലി ഡൗൺ ആവുകയൊക്കെ ആയി. പിന്നെ നമ്മളെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, വേറെന്ത് ചെയ്യാൻ. പിന്നെ അതുപോലെ ജോലിക്ക് കയറിയതേ എല്ലാവരും പറയും ജോലി കയറിക്കാണ്ട് ലൈഫ് സെറ്റാണ്, പിന്നെ നീ സ്ട്രോങ് ആവും ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. എവിടെ ജോലി കയറിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈ വട്ടെങ്കിലും ജോലി കയറിക്കഴിഞ്ഞാൽ ലീവ് എടുക്കാൻ പാടില്ലേന്ന്. കയറിയ അന്ന് മുതൽ ഞാൻ ലീവാണ്. അവിടുത്തെ ആൾക്കാർ തന്നെ വിചാരിക്കണ്ടാവും എന്താ ഈ കുട്ടി ഇങ്ങനെയാണ് ഇല്ലേ, എന്ത് ചെയ്യാനാണ്, ഇങ്ങനെ ആയിപ്പോയില്ലേ അല്ലേ. അന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ. അങ്ങനെ ചോറ് കഴിച്ചിട്ട് ബാക്കി കാണാം. ചോറ് തന്നെ കാണാനില്ല.
ഗായ്സ് ചോറെത്തി. നമ്മളിപ്പോൾ ഇനി ചോറ് കഴിക്കൂ. അനക്കതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. കേർഡ് റൈസ്. എനിക്ക് ഈ കേർഡ് റൈസൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ ചോറ് കിട്ടി. ചോറല്ല കേർഡ് റൈസ്. എനക്കതേ കഴിക്കാൻ പറ്റുള്ളൂ. ആ തൊണ്ട ഇങ്ങനെ വിഴുങ്ങാൻ പറ്റണില്ല. ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡെയിൻമൈ ലൈഫ് ഞാൻ നിർത്താൻ പോവാം. എനിക്ക് ഉറക്കം വരും മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ. ബൈക്ക് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അതിന് ഇനിയിപ്പം മരുന്ന് കഴിക്കാൻ പോയാണ്. മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാം. അനക്കനിപ്പോൾ വീഡിയോ എടുക്കാനും വയ്യ. വല്ല ഉറക്കക്ഷീണമാണ്. എന്താണ്ട മരുന്ന്, ഈ മരുന്ന് കഴിച്ച് ഞാൻ ഉറങ്ങാൻ പോവാണേ. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്, സോറി വോട്ടെവർ. ഞാൻ പോവുകയാണ് ഗൈസ്. ആരാ എനിക്കങ്ങനെ മെസ്സേജ് ചെയ്യിക്കണേ? ഞാൻ പോവാണ് ഗൈസ്. മരുന്ന് കഴിച്ചാൽ എനിക്ക് എന്തായാലും ഉറങ്ങണം. ഉറങ്ങില്ലെങ്കിൽ നമുക്ക് പറ്റൂല. അല്ലെങ്കിൽ ബാക്കി വീഡിയോ എടുക്കാനുള്ള എനർജി ഒന്നും ഇല്ല. ചാറ്റ ബൈ 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 ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ ഞെക്കുക. Bye.